ഡിയേഴ്സ്, എല്ലാവർക്കും തിരക്കുള്ള ദിവസത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണല്ലേ. ഞാൻ മിക്കപ്പോഴും അങ്ങനെ തിരക്കുള്ള ദിവസത്തെ ഇടുമ്പോഴേക്കും എല്ലാവരും നല്ല റിവ്യൂസും നല്ല കമൻസും ഒക്കെ തരാറുണ്ട്. അപ്പോൾ തിരക്കുള്ള ദിവസം എന്താ പിന്നെ വന്നേക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പഞ്ചും കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. നമുക്കതിന് മുന്നത്തെ ദിവസവും നന്നായിട്ട് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു ടയേർഡായിട്ടിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള സ്പഞ്ചും ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ട് കുറച്ച് സമയം നേരത്തെ എണീറ്റിട്ടാണ് റെഡിയാക്കുന്നത് കേട്ടോ. ഇന്നത്തെ സ്പഞ്ചും നാളത്തെ സ്പഞ്ചും ഒക്കെ നമ്മൾ ഇന്ന് തന്നെ റെഡിയാക്കുന്നുണ്ട്. കാരണം നാളെ നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പഞ്ചുകളെല്ലാം ആദ്യമേ തന്നെ റെഡിയാക്കുവാണ്. ഇന്നത്തെ സ്പഞ്ച് നമ്മൾ നേരത്തെ വെച്ചു ബേക്ക് ചെയ്തു. അതിങ്ങനെ ചൂടൊക്കെ ആറി മുറിക്കുന്ന സമയത്ത് മറ്റേത് നമ്മൾ ബേക്കാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. അത്യാവശ്യം കുറച്ചധികം കേക്ക്സ് ഉണ്ട്. നമുക്കൊരു 3 ദിവസങ്ങളിലായിട്ട് ഒരുപാട് കേക്ക് കൊടുക്കാനുണ്ട് കേട്ടോ. അതിൽ എല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് കേക്ക്സാണ്. കുറച്ച് കേക്ക്സ് മാത്രം, അതായത് സെയിം ഡേയിൽ ഓർഡറായിട്ട് വന്ന കുറച്ച് കേക്ക്സ് മാത്രമാണ് നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ചെയ്തേക്കുന്നത്. ബാക്കി എല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 2-3 സെറ്റിംഗ് ഉണ്ട്, 3, 4, 5 സെറ്റിംഗ് എന്തോ ഉണ്ട്. അങ്ങനെ കുറച്ചധികം വർക്കുള്ള സമയമാണ്. നമ്മളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫില്ലിങ് കാണിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്ക് വേണ്ടി ഇതാ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു മിൽക്കി നട്ട്സ് കേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു മിൽക്കിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെ ഒക്കെ ഒരു വെറ്റിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്, പിന്നെ നന്നായിട്ട് ആ ഒരു നട്ട്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മളുടെ ബദാമും കാഷ്യൂനട്ടുമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ചോക്കോ ചിപ്സ് ഒന്നും ഇടാറില്ല. ഫുള്ളായിട്ട് നമ്മൾ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് മിൽക്കി നട്ട് എന്ന് പറയുമ്പോഴേക്ക് ശരിക്കും നട്ട്സ് മാത്രമാണ് കേട്ടോ വേണ്ടത്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നട്ട്സിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് ഞാൻ കുറേ നാളായിട്ട് പറയണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ആരെയും അധിക്ഷേപിച്ച് പറഞ്ഞതൊന്നുമല്ല. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ക്ഷമ ചോദിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ കൊടുത്തതെന്ന് വെച്ചാൽ ഒരു ക്യാൻഡി തീം കേക്കായിരുന്നു. ഫ്ലേവർ വന്നിട്ട് സ്പാനിഷ് ഡിലൈറ്റ് എന്തോ ആണ്, നല്ല ഫ്ലേവർ എന്തോ ആയിരുന്നു. ഫ്ലേവർ ഞാൻ ചെറുതായിട്ടൊന്ന് മറന്നു കേട്ടോ. ബാക്കി ഫുൾ ഐറ്റംസ് നമ്മളുടെ ഫോണ്ടൻ്റ് ആയിരുന്നു കേട്ടോ. 2 ഡോണറ്റ്സ് മാത്രം നമുക്കന്ന് വർക്കുണ്ട്. സെറ്റിംഗ് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു സെറ്റിങ്ങിന് വേണ്ടി ചെയ്ത 2 ഡോണറ്റ്സ് മാത്രം അതിലേക്ക് ഡോണറ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുവാണ്. ബാക്കി എല്ലാ ഐറ്റംസും നമ്മളുടെ ഫോണ്ടൻറ്റും സംഭവങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കസ്റ്റമർ നമുക്ക് തന്ന ഡിസൈൻ നമ്മൾ അതുപോലെ തന്നെ ചെയ്തേക്കുവാണ്. അതിൽ ആ ഒരു ഡോണറ്റും ഇതുപോലെ തന്നെ ഫോണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ എന്തായാലും ചെയ്യുമല്ലേ, അപ്പോൾ 2 ചെറിയ സൈസ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാമെന്ന്, അവർക്ക് കഴിക്കാമല്ലോ എന്തായാലും. അപ്പോൾ അത് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു നമ്മളുടെ എന്താ പറയുക, ഈ ഒരു ഷുഗർ ബീറ്റ്സ് വാരിയിടുന്ന സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ, പുള്ളിക്കാരനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. എപ്പോഴും നമുക്ക് കമൻസും ലൈക്കും ഒക്കെ തരുന്ന ഒരാളാണ്. ഇങ്ങനെ പറഞ്ഞു എല്ലാ കേക്കിനും ഈ ഒരു നമ്മളുടെ ഷുഗർ ബോൾസ് അങ്ങനെ ചേരത്തില്ല, ഇനി നോക്കണം എന്ന്. ഇതിപ്പോൾ അതിന് മുന്നേ ഇട്ട ഒരു നമ്മൾ ഈ ഒരു കമൻറ്റ് കിട്ടുന്നതിന് മുന്നേ ചെയ്ത കേക്ക്സാണ് കേട്ടോ. അതാണ് ഞാൻ എല്ലാത്തിലും വാരിയിടുന്നത്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ, നല്ല തിരക്കുള്ളപ്പോഴേക്കും ഇതെങ്ങനെയെങ്കിലും തീർക്കുക, കാണാൻ ഭംഗി ഉണ്ടാവുക എന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് കൈ കിട്ടുന്ന സാധനം എടുത്ത് വാരിയിടുന്നതാണ് കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഉറപ്പായിട്ട് ശ്രദ്ധിക്കാമേ. എന്തായാലും നമ്മളെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എന്തായാലും ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ സെറ്റിങ് ചെയ്യുന്ന സ്ഥലത്ത് വന്നേക്കുവാണ്. നമ്മൾ അവിടെ എത്തിയ എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ ചിരിക്കുന്നത് കാണണ്ട, വലിയൊരു കരച്ചിലിന് മുമ്പുള്ള ചിരിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ നമ്മളുടെ കേക്ക്, നിങ്ങളിപ്പോൾ കണ്ട കേക്ക് എന്ന് പറയുന്നത് 2 kg ഒരു കേക്കാണ്. നല്ല ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 7 ഇഞ്ചിലും 5 ഇഞ്ചിലും നല്ല ടോളാക്കി ചെയ്തൊരു കേക്കാണ് കേട്ടോ. നല്ല അടിപൊളി ഫ്ലേവറൊക്കെയാണ് വന്നേക്കുന്നത്. താഴത്തെ ആ ഒരു കേക്ക് എന്ന് പറയുന്നത് വാൻജോയും ടോപ്പിൽ നമ്മളുടെ ഫെറേറോ റോഷറോ ആണ് ഫ്ലേവർ വന്നേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തൊരു കേക്കാണ്. സൂപ്പർ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കേക്ക് പ്ലെയിനായിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ കുത്തിപ്പറിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് സംഗതി മനസ്സിലായില്ലേ, നമ്മളുടെ കേക്ക് ചരിഞ്ഞു പോയിട്ടോ. ചരിഞ്ഞു പോയി എന്ന് വെച്ചാൽ റോഡെന്ന് പറയുന്നത് അത്രയും മോശമായിട്ടുള്ളൊരു റോഡായിരുന്നു. ഒരു 10-18 കിലോമീറ്റർ ലോങ്ങിലേക്കാണ് നമ്മൾ ഈ കേക്കും കൊണ്ട് വന്നേക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കുണ്ടന്നൂരുള്ള വൈറ്റ് ഫോർട്ടിലാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നുമല്ല കേക്ക്. ഫസ്റ്റ് ഞാനത് അങ്ങനെ
കേക്ക് എടുത്ത് ഇവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും ഫോണിൽ എൻ്റെ ഹസ്ബൻഡ് വീഡിയോ എടുത്തിരിക്കുന്ന അങ്ങേര് വരെ വീഡിയോ എടുക്കുന്നത് കാര്യം വരെ മറന്നു പോയിട്ട് എൻ്റെ അടുത്ത് വന്ന് എന്ത് ചെയ്യും എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുവാണ്. ഞാൻ നോക്കുമ്പോഴേക്കും ഹോട്ടലിലത്തെ 1-2 സ്റ്റാഫൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ കേക്ക് ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ചരിഞ്ഞെന്ന് വെച്ചാൽ ഈ കാണുന്നതൊന്നും അല്ല കേട്ടോ, ശരിക്ക് ചരിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. പിന്നെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാരണം നല്ല റേറ്റുള്ള കേക്കാണ്. കാരണം ഫെറേറോ റോഷറും വാഞ്ച എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫ്ലേവറിൻ്റെ റേറ്റ് അല്ലാതെ നമ്മളുടെ ഈ ഒരു വർക്കിൻ്റെ റേറ്റ്, ഈ ഒരു ടേബിൾ സെറ്റിങ്ങിൻ്റെ റേറ്റ്, അങ്ങനെ നല്ല റേറ്റുള്ളൊരു കേക്കാണ്. പക്ഷേ നമുക്കത് കസ്റ്റമറിന് നല്ല രീതിക്ക് കൊടുക്കാൻ പറ്റണമല്ലോ. അപ്പോൾ പിന്നെ ഞാനൊന്നും ഇതാക്കിയില്ല. എൻ്റെ ആ ഒരു നൈഫ് എടുത്തു. നല്ല നല്ല കട്ടിയുള്ള നൈഫാണ് കേട്ടോ, അത് നല്ല കട്ടിയുള്ളൊരു നൈഫാണ്. ഞാനത് നേരെ എടുത്ത് നേരെ കുത്തി അങ്ങോട്ട് ഇറക്കി ഈ ചരിഞ്ഞിരിക്കുന്ന കേക്കിനെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ സ്ലിപ്പാക്കി ഒരു വിധത്തിൽ, അതായത് ഇങ്ങനെ നിങ്ങൾ നോക്കുമ്പോഴേക്കും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും ചരിവ് തോന്നാത്തൊരു രീതിയിൽ ഞാൻ അതിനെ ഏകദേശം ഒന്ന് മാറ്റിയെടുത്തു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ടിൽ ഗ്രീൻ കളറിലെ കുറച്ച് നോസിൽ വർക്ക് കാണുന്നുണ്ടോ? അത് ശരിക്കും വീട്ടിൽ നിന്ന് ഞാൻ ഇത് സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ കൈ തന്നെ കൊണ്ടിട്ട് ഞാനത് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ആ നോസിൽ ഡിസൈൻസ് കൊടുത്തതാണ് കേട്ടോ. പക്ഷേ ദൈവത്തിൻ്റെ എന്തോ ഒരു ഇടപെടൽ കാരണം ആ കുത്ത് കൊണ്ട ഞാനത് ബാക്കിലേക്ക് ആക്കാൻ വെച്ചിരുന്ന ഭാഗം അത് ഫ്രണ്ടിലേക്ക് ആക്കേണ്ടി വന്നു. എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. പക്ഷെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ ലുക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കസ്റ്റമറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല റിവ്യൂ തന്നൊരു കേക്കാണ്. എന്നെ കുറച്ച് ടെൻഷൻ അടുപ്പിച്ചെങ്കിലും എന്താ പറയുക, കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഭയങ്കര സന്തോഷമായി. എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു, നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ടാണല്ലോ കേക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കേക്ക് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് തിരിച്ചപ്പോഴേക്കും അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഹാപ്പി ആണല്ലോ. പിന്നെ കസ്റ്റമറിൻ്റെ റിവ്യൂ കൂടി ആയപ്പോഴേക്കും ശരിക്കും ഹാപ്പി ആയിട്ടോ. ആ ടെൻഷൻ അടിച്ചതൊക്കെ പോയി. പിന്നെ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഉള്ളതൊരു ഫോട്ടോ പ്രിൻറ്റ് കേക്കായിരുന്നു. സിമ്പിളായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങോട്ട് കൊടുത്തു വിട്ടു കേട്ടോ. അത് ഒരുമിച്ചാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. 2 കേക്ക് ഒരുമിച്ചായിരുന്നു, ഒരേ റൂട്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ചാണ് നമ്മൾ 2 കേക്കും ഡെലിവറി ചെയ്തത്. പിന്നെ ഇത് വന്നിട്ടൊരു 1/2 kg കേക്കായിരുന്നു. ലാക്ടോസ് ഫ്രീ ആയിരുന്നു കേട്ടോ ഈ കേക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേസ്ട്രി കേക്ക്സും ഉണ്ടായിരുന്നു. അതും ലാക്ടോസ് ഫ്രീ തന്നെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് അങ്ങനെ അധികം ഓപ്ഷൻസ് ഇല്ല. കാരണം ഇപ്പോൾ ചോക്ലേറ്റിലാണെങ്കിൽ മിൽക്ക് സോളിഡ്സ് വരുന്നത് കൊണ്ടിട്ട് അവർക്ക് ഒരുപാട് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതലും ഫ്രൂട്ട് ഫില്ലിങ്സ് ആണ് അവർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ആ ഒരു 1/2 kg കേക്ക് ഒരു ബ്ലൂബെറി ഫില്ലിങ് കൊടുത്തു. ഇത് നമ്മളൊരു പൈനാപ്പിൾ ഫില്ലിങ് കൊടുത്തു. അങ്ങനെ റെഡിയാക്കി എടുത്തതാണ്. ഈ കേക്ക് എന്ന് പറയുന്നത് 1.5 kg കേക്കാണ്. പീസ് കേക്ക് ആക്കുമ്പോഴേക്കും ഒരു 40 പീസസ് വേണമെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമ്മൾ 3 ലെയേഴ്സ് തന്നെ എടുത്തിട്ടുണ്ട്. അതായത് കനം കുറഞ്ഞ 3 ലെയേഴ്സ്. അതാകുമ്പോഴേക്കും കുറച്ച് ക്രീം ഇടും, 3 ലെയറിൽ കേക്ക് വെക്കും. അങ്ങനെ എടുത്തൊരു കേക്കാണ് കേട്ടോ. 40 പീസസും വേണമല്ലോ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ റെഡിയാക്കിയതാണ്. പിന്നെ കേക്ക് ഇതുപോലെ പീസസ് ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സൈഡ് ഇങ്ങനെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്തായാലും നമ്മൾ അതിനോട് ഒരു നൈഫ് കൊടുക്കും. അപ്പോൾ അവർക്ക് സെർവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ സൈഡ് സ്ക്രാപ്പ് ചെയ്യുമ്പോഴേക്കും ആ ക്രീമെല്ലാം ഒന്ന്, അതായത് നമ്മളിങ്ങനെ ചുരിദാറിനാണോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഈ കേക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലായിരിക്കും വെക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടുക്കാൻ തട്ടുമ്പോഴേക്കും ഈ പീസാക്കി വെച്ചേക്കുന്ന കേക്ക് സൈഡിലേക്ക് ഇങ്ങനെ മറിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓരോ പീസല്ലേ, അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമ്മളുടെ അടുത്ത കേക്ക് എന്ന് പറയുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കേക്കായിരുന്നു. സെയിം ഡേ തന്നെ വന്നൊരു കേക്കാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആകെ ഹാർട്ട് വേണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ലവറിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഹാർട്ടാണല്ലോ മുഖ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹാർട്ട് എന്നുള്ളൊരു കാര്യം മാത്രം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മളതങ്ങനെ ആ ഒരു ഷേപ്പിലാക്കിയിട്ട് ടോപ്പിലായിട്ട് ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് ഒക്കെ വാങ്ങിക്കുമ്പോഴേക്കും വാങ്ങിക്കുന്ന ആ ഒരു ഹാർട്ട് ഉണ്ടല്ലോ, ഷുഗറിൻ്റെ തന്നെ ആ ഒരു ഗോൾഡൻ കളറിലെ ഹാർട്ട്, ആ ഒരു ഹാർട്ടാണ് നമ്മൾ കേക്കിലേക്ക് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നെയിം എഴുതാനായിട്ട് റെഡ് കളർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് കൊണ്ട് തന്നെ കുറച്ച് റെഡ് ഹാർട്ടും കൂടി ചെയ്ത് കൊടുത്തിട്ട് കേക്കിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യുവാണ്. സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ.
അതായത് ഒരുപാട് അങ്ങനെ എന്താ പറയുക പറയാനൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ്. എനിക്കിതുപോലെ സിമ്പിളും ക്യൂട്ടും ആയിട്ടുള്ള കേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലൊരു ഡിസൈൻ ഞാൻ പണ്ടൊരു ബെൻഡോ കേക്കിൽ ചെയ്തിട്ടുണ്ട്, റൗണ്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് ഓർമ്മ വന്നത്. അപ്പോൾ സിമ്പിളായിട്ട് അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് കിൻഡർ ജോയ് കേക്ക്. നമ്മൾ ഇന്നലെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന കിൻഡർ ജോയിൻ്റെ കേക്കാണ്. കൂടുതൽ പറയണ്ടല്ലോ, നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് നമ്മളുടെ 1 kgയിലുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മളുടെ ഒരു സ്ഥിരം നമുക്ക് കമൻറ്റും സപ്പോർട്ടൊക്കെ തരുന്ന ഒരാൾ പറഞ്ഞായിരുന്നു, ഒരുപാട് ഇങ്ങനെ ഷുഗർ ബീറ്റ്സ് ഇടുന്നത് അത്രയ്ക്ക് ഭംഗി ഉണ്ടാവില്ല എന്ന്. കറക്റ്റാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് നല്ല തിരക്കുള്ളപ്പോഴേക്കും ചിലപ്പോൾ നമ്മളിങ്ങനെ ഒരു ബ്ലാങ്ക് ഔട്ട് ആയപ്പോൾ നമ്മളുടെ കയ്യിൽ ആദ്യം കിട്ടുന്നതെന്നുണ്ടല്ലോ ഈ ഷുഗർ ബീറ്റ്സ് ആണ്. അതാണ് ഞാൻ എല്ലാ കേക്കിലും ഷുഗർ ബീറ്റ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്തായാലും പറഞ്ഞതല്ലേ, ഞാൻ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ. കുറേ പേരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് എന്താ പറയുക, കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, ഒരുപാട് സജഷൻസ് പറഞ്ഞു തരും, നമ്മളൊരുപാട് സപ്പോർട്ട് ചെയ്യും, നമ്മൾ എൻകറേജ് ചെയ്യും. അപ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇങ്ങനെ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് വന്നിട്ട് നമുക്ക് കണ്ടിട്ട് പോലില്ലാത്ത ഞാൻ ഒരുപാട് എന്താ പറയുക, നമ്മളുടെ മനസ്സിലിങ്ങനെ കൊണ്ടു നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചെറിയതായിട്ട് ആ ഒരു യൂട്യൂബിൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ മാത്രം കാണുന്നവർ, ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് ശരിക്കും എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഭയങ്കര വലുതാണ്. ഉറപ്പായിട്ട് ഞാനൊരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും കേട്ടോ. ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു, ഞാൻ 100K ആകുമ്പോഴേക്കും ഗിവ് അവേ നടക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. പക്ഷെ അതാവാൻ ടൈം എടുക്കും, എങ്ങനെയാണെന്നറിയില്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്താണെങ്കിലും ഞാനൊരു ഗിവ് അവേ നടത്തുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ഇതൊരു കിൻഡർ ജോയിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു. ആ ഒരു റെഡ് കളർ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു പൗഡറാണ് കേട്ടോ. റെഡ് പൗഡർ ഇങ്ങനെ കൊടുത്തേക്കുവാണ്. അല്ലാന്നാണെങ്കിൽ ഒരുപാട് കളർ ആഡ് ചെയ്യുമ്പോഴേക്കും പ്രശ്നമായി പോകുമല്ലോ. അപ്പോൾ നമ്മൾ ആ ഒരു പൗഡർ സ്പ്രേ ആണ് ആ റെഡ് കളറിന് കൊടുത്തേക്കുന്നത്, ആ ഒരു കപ്പ് കേക്കിൽ കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് എക്സ്ട്രാ ടോളായിട്ടുള്ള കേക്കാണ്. ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാനൊരു ലോങ് വീഡിയോ തന്നെ ഈ ഒരു സംഭവത്തിനെപ്പറ്റി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനത് എവിടെയെങ്കിലും പിൻ ചെയ്തേക്കാൻ, കണ്ടാൽ മതിയാകും. കാരണം എപ്പോഴും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ കേക്ക് ചെയ്യുമ്പോഴേക്കും ഇത് എന്താ പറയുക, നേരാവണ്ണം ഇതവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തണം എന്നാണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം കേട്ടോ. അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ടൊരു ബാപ്റ്റിസം കേക്കായിരുന്നു. എന്താ പറയുക, അവരാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോളായിരിക്കണം, വൈറ്റും ഗ്രീനും ഗോൾഡും കോമ്പിനേഷൻ. സെറ്റിംഗ് ആയിരുന്നു കേട്ടോ, ഫുൾ സെറ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളിതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ലാവണ്ടർ കേക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് അവർ നമ്മളോട് ചെയ്യാൻ പറയുന്നത്, ആ ഒരു ടോളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളത് അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു 3 ഡേയ്സിലത്തെ എൻ്റെ ഒരു വർക്കാണ് കേട്ടോ. ആ ഒരു കിൻഡർ ജോയുടെ ആ ഒരു വർക്കോട് കൂടി തലേ ദിവസം ഒരു ദിവസം കഴിഞ്ഞു, ഇത് പിറ്റേ ദിവസം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു ഡോനറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ നല്ല റൗണ്ടായിട്ടുള്ള ഒരു ഡോനറ്റ് കണ്ടപ്പോഴേക്കും ഞാൻ നിങ്ങളെ കാണിച്ചതെന്നാണ്. എപ്പോഴും അങ്ങനെ കറക്റ്റ് റൗണ്ടൊന്നും കിട്ടാറില്ല, ആകെ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് കണ്ടപ്പോൾ സന്തോഷത്തോടെ കാണിച്ചതെന്നാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ലോങ് വീഡിയോയിലൊക്കെ ആണെങ്കിലും ഒരുപാട് ഇങ്ങനെ സമയം എടുക്കുമ്പോഴേക്കും നിങ്ങൾക്കും ഒരു എന്താ പറയുക, ഒരു മടുപ്പായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ കാണിച്ചു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതങ്ങനെ ഫുള്ളായിട്ട് അവിടെ പോയിട്ട് സെറ്റ് ചെയ്തു. സിമ്പിളായിട്ടുള്ള കേക്കാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല കസ്റ്റമറായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ, അതായത് ഉച്ച കഴിഞ്ഞ് അവരുടെ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ സ്റ്റാൻഡെല്ലാം വീട്ടിലെത്തി. എനിക്കും സമാധാനമായിരുന്നു, കാരണം വൈകിട്ട് വർക്കുണ്ട്, അപ്പോൾ അതിലിത് വെക്കണമല്ലോ. അപ്പോൾ എന്താ പറയുക, കസ്റ്റമറും ഹാപ്പി ആയിരുന്നു, ഞാനും ഹാപ്പി ആയിരുന്നു. പിന്നെ ഈ കേക്ക് ഞാനല്ല വെച്ചത്, ബ്രദറാണ്, അവനെടുത്ത ഫോട്ടോയും വീഡിയോയൊക്കെയാണ് കേട്ടോ. ഞാൻ മറ്റേത് വെക്കാൻ പോയപ്പോഴേക്കും അവൻ ഇത് വയ്ക്കാൻ പോയി. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ചോക്ലേറ്റ് തീർന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മേടിക്കാൻ കയറി. മോടെ ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ മെലോ വാങ്ങിച്ചു. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയിരുന്നു, അപ്പോൾ എനിക്കൊരു ഹെയർ ആക്സസറി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു, പക്ഷെ ഞാനത് ഈ ഒരു ഗ്യാപ്പിൽ അങ്ങോട്ട് ചെയ്തു വെച്ചു കേട്ടോ. അപ്പോൾ അത് അങ്ങോട്ട് സെറ്റാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കുറച്ച് നാളായി ഞാനതൊക്കെ ചെയ്തിട്ട്, അപ്പോൾ അതങ്ങനെ സെറ്റാക്കി കൊടുത്തു. പിന്നെ ഒരു കേക്ക് എന്ന് പറയുന്നത് വൈകിട്ട് കൊടുക്കാൻ, കുറച്ച് കേക്ക്സ് വൈകിട്ട് കൊടുക്കാനുണ്ടായിരുന്നു, സെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഞാൻ കൂടുതലും തന്നെ രാത്രിയൊക്കെ നിന്നിട്ട് എല്ലാം ഒന്ന് ഫൈനൽ ഫിനിഷിങ് വരെയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ടെൻഷൻ ഇല്ലാണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു 1 kg സ്ട്രോബെറി കേക്കായിരുന്നു. ഇതും ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, തലേദിവസം വന്ന ഓർഡറാണ്. ജസ്റ്റ് ഒരു സ്ക്വയർ വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ അങ്ങോട്ട് സെറ്റാക്കി കൊടുത്തു. പിന്നെ അടുത്തത് വന്നിട്ട് നമ്മളുടെ ക്യാരറ്റ് കേക്കാണ്. ഇതൊരു 1 kg കേക്കാണ്. കുറച്ച് പരത്തിയെടുത്തേക്കുവാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, 1 kg തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. കുറേ പേര് എൻക്വയറി ചെയ്തു. കുറേ പേരോടൊക്കെ ഞാൻ ഇല്ല എന്ന് പറഞ്ഞെങ്കിലും അവർ പിന്നെയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഞാൻ എങ്ങനെയായി പിന്നെയും ഇല്ല എന്ന് പറയുന്നത്. കുറേ പേര് എന്തെങ്കിലും നടത്തുമ്പോൾ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ക്ലാസ് അങ്ങോട്ട് ആക്കിക്കളയാം എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, ഇതുവരെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ശരിയാകാത്തവർക്ക് എല്ലാം പറ്റുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതായത് എന്തറിയില്ലാത്ത ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആയിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മളുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം ഞാൻ അതിൽ പറഞ്ഞു പോയേക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യണേ. പിന്നെ അടുത്ത നമ്മളുടെ കേക്ക് ഒരു ബാപ്റ്റിസം കേക്കാണ്. ഇതും പ്രത്യേകിച്ച് അങ്ങനെ റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ജോൾ കേക്ക് വേണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ ഇഷ്ടത്തിന് ചെയ്തോന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു എന്താ പറയുക സ്ഥിരം കസ്റ്റമർ എന്നൊരു കേക്കാണ് കേട്ടോ. നമ്മൾ ഇന്നാളൊരു ചരിഞ്ഞു പോയ ഹാഫ് കേക്ക് ചെയ്തായിരുന്നില്ലേ, ആ ഒരു ബേബിയുടെ തന്നെ ബാപ്റ്റിസത്തിൻ്റെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലും പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് ഞാൻ ഫ്ലവറും ഈ ഒരു ഫെദറും സംഭവങ്ങളൊക്കെയാണ് വയ്ക്കുന്നത് കേട്ടോ. ഈ ഫെദർ പണ്ട് വൈറ്റ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ, ഇപ്പോൾ കളറായിട്ട് കിട്ടുന്നുണ്ട്. ഞാനപ്പോൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഇതുപോലെയൊക്കെ വരുമ്പോൾ ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത് ഈ ഒരു കേക്കിലേക്ക് ആ ഒരു കളറ് ഫെദർ വെച്ച് കൊടുത്തു. സിമ്പിളായിട്ടുള്ള കേക്കായിരുന്നു. അവരുടെ ആ ഒരു കളർ കോമ്പിനേഷൻ അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ച് ഞാൻ ഈ ഫ്ലവർക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ടാണ് എൻ്റെ ബ്രദർ ഈ വഴി വരുന്ന വഴിക്ക് ഇവിടെ കയറിയപ്പോൾ പറഞ്ഞത് ഗോൾഡൻ കളറൊക്കെ ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ഫെദർ എടുക്കുന്നത് കേട്ടോ. ഇതിന് മുന്നേ അറിഞ്ഞെങ്കിൽ ഞാൻ വൈറ്റ് ഫ്ലവേഴ്സും ഗ്രീൻ ഫ്ലവേഴ്സൊക്കെ നോക്കിയാണ്. പക്ഷെ ഫ്ലവർ വെച്ച് പോയത് കൊണ്ടിട്ട് അത് എടുത്തു മാറ്റാൻ പറ്റിയില്ല. പിന്നെ ആ ഒരു ഫെദർ മാത്രം ആ ഒരു ബാക്ക്ഗ്രൗണ്ടിനോട് ചേർന്ന രീതിയിലാക്കി കേട്ടോ. പിന്നെ അടുത്ത കേക്ക് ഒരു 1/2 kg വരുന്ന മിൽക്കി നട്ട്സ് കേക്കായിരുന്നേ. ഇതിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടിട്ട് ഞാനത് സിമ്പിളായിട്ട് കൊടുത്തു വിട്ടു. പിന്നെ അടുത്തതൊരു സെറ്റിംഗ് ആയിരുന്നു, ഒരു സിമ്പിളായിട്ടുള്ള സെറ്റിംഗ് ആയിരുന്നു, ഒരു വീട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഒരു 4 ഫ്രണ്ട്സ് അതിലൊരാളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ആ ഒരു ഗനാഷ് കേക്കില്ലേ, ചോക്ലേറ്റ് ഗനാഷ് കേക്ക്, ഈ ഒരു മോന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കേട്ടോ. അതവർ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇത് ഫ്രണ്ട്സ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്പൈഡർമാൻ കേക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കൊടുത്തു. പിന്നെ ഈ ഒരു പാലറ്റ് നൈഫ് ഡിസൈൻ ഉണ്ടായിരുന്നു, കുറച്ച് ഡാർക്കായിട്ടുള്ള ബ്ലൂ കൊണ്ടിട്ട്. അപ്പോൾ നമ്മളതും അതിലേക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് ബോൾസൊക്കെ വെച്ചിട്ടാണ് അത് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ വെക്കുവാണ്, കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവർ വീട്ടിൽ തന്നെയാണല്ലോ, അവർക്ക് പ്രശ്നമില്ല. അപ്പോൾ അതിന് മുന്നേ ഇത് വെച്ചിട്ട് നമുക്ക് തിരിച്ചു വരണം എന്നുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ പോവുകയാണ്. ഞാനും ബ്രദറും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ടിൽ കപ്പ് കേക്കും പോപ്സൊക്കെ വയ്ക്കും, സൈഡിൽ സ്റ്റാൻഡ് വയ്ക്കും, ബാക്കിൽ ഞാൻ കേക്ക് പിടിക്കും. ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നും കൂടി ഒന്ന് പറയാൻ മറക്കല്ലേ. ഞാനിങ്ങനെ ഒരുമിച്ച് ഇട്ടുവെന്നേ ഉള്ളൂ. ഷോർട്ടായിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പറയണം കേട്ടോ, നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ അടുത്ത കേക്ക് വന്നിട്ട് അത്യാവശ്യം ഫൗണ്ടൻ വർക്കുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ഫ്ലവേഴ്സ് മാത്രം അപ്പോൾ ചെയ്തെടുത്തതാണ്. ടൈം കുറച്ച് പ്രശ്നമായി പോയത് കൊണ്ടിട്ട് ബാക്കിയെല്ലാം ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടാണ് പോയത്. ആ ഒരു ഫ്ലവർ മാത്രം ഞാൻ ആ കേക്ക് കൊടുത്തിട്ട് വന്നതിന് ശേഷം വെച്ച് കൊടുത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഇതാണ് കുറച്ച് താമസിച്ച് പോയ കേക്ക് എന്ന് പറയാൻ കാരണം, നമ്മൾ അവിടെ പോയപ്പോഴേക്കും ഇതിന് മുമ്പത്തെ കേക്ക് വെക്കാൻ പോയിട്ട് വന്നപ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ചതിനും കൂടുതൽ താമസിച്ച് പോയി. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനും കുറച്ചധികം സമയം താമസിച്ച് പോയത് കൊണ്ടിട്ട് നമുക്ക് ആകെ ഒരു എന്താ പറയുക കുറച്ചധികം ടെൻഷനായിപ്പോയി. കാരണം ഈ ഒരു കേക്ക്
അവർ 7 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും 7 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വീട്ടിൽ തന്നെയാണ് ഫംഗ്ഷനെങ്കിലും ഫസ്റ്റ് ബർത്ത്ഡേ എന്തൊക്കെ ആയിരുന്നു, കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രശ്നങ്ങളൊന്നും ആയില്ലെങ്കിലും ഞാൻ കുറച്ച് വൈകിപ്പോയി, അങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. പിന്നെ നമ്മൾ ഈ ഫോണ്ടൻ്റ് വർക്ക് എല്ലാം വീട്ടിൽ നിന്നും ചെയ്തുകൊണ്ട് പോയത് കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. നേരെ അവിടെ ചെന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇത് സംഭവം കുറച്ച് ടെൻഷനായി പോയെങ്കിലും ഇതിൻ്റെ ലുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലുക്ക് മാത്രമല്ല, എന്നെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കേക്കിനും റിവ്യൂ എന്ന് പറയുന്നത് അടിപൊളി റിവ്യൂ ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ കസ്റ്റമറും എന്താ പറയുക, അവരുടെ ആ ഒരു സന്തോഷം മുഴുവൻ അവരുടെ ആ ഒരു റിവ്യൂവിൻ്റെ ആ ഒരു വാക്കിലും ആ ഒരു എന്താ പറയുക അവരുടെ സ്വരത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കേക്കും അവർക്ക് വേണ്ടിയിട്ട് തന്നെ ആയിരുന്നു. അവർക്ക് എന്തോ അത് കഴിഞ്ഞിട്ട് ആരുടെയോ ബർത്ത്ഡേ ഒന്ന് മുറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സംഗതി ഒരു 1/2 kg കേക്കാണ്. ഇത് അവർ രാവിലെയാണ് ഈ ഒരു 1/2 kg കാര്യം കൺഫേം ആക്കുന്നത് കേട്ടോ. ഇതും കൂടി വേണമെന്ന്. അപ്പോൾ തെറുതി പിടിച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഓരോ സ്റ്റാൻഡുകളും നമുക്ക് തിരിച്ചു വരണം. ഉച്ചക്കത്തെ സ്റ്റാൻഡ് നമുക്ക് തിരിച്ചു വരണം. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി എല്ലാം ഓക്കെ ആയി. നമ്മൾ 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 7:15 ആയപ്പോഴേക്കും നമ്മളവിടെ എത്തി. നമ്മളത് വെക്കുമ്പോഴേക്കും ആൾക്കാരുടെ മുഖത്തൊക്കെ ഭയങ്കര ടെൻഷനാണെങ്കിലും വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അതാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ സംഭവിക്കുന്നത്. കുറേ പ്രശ്നങ്ങളും ഡെലിവറി ഡിലേ ആവുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ചരിഞ്ഞു പോകുന്നതും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, അതൊക്കെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കണം. ഇത് വരും 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 എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കണം. മാക്സിമം ഇല്ലാതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നോക്കണം. എന്നാലും വന്നു കഴിഞ്ഞാൽ അതിനെ നന്നായിട്ട് തന്നെ എന്താ പറയുക നെഞ്ചും വിരിച്ച് അങ്ങോട്ട് നേരിട്ടോളുക. അത്രയേ ഉള്ളൂ ഇതിനൊക്കെ പറയാനായിട്ട്. ഇത് പിറ്റേ ദിവസത്തെ കേക്കാണ് കേട്ടോ. അത്രയും അതായത് നമ്മളുടെ ആ ഒരു സെറ്റിങ് വരെയായിരുന്നു ആ ഒരു ദിവസം ഉണ്ടായിരുന്നത്. ഇത് പിറ്റേ ദിവസത്തെ കേക്കാണ്. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും എന്താ പറയുക ഈ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളുടെ ഒരു മേശയൊക്കെ മാറ്റി നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു. ആ ഒരു മേശയൊക്കെ മാറ്റി. പിന്നെ ഞാൻ കുറച്ച് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ എല്ലാം മേടിച്ചു. കുറച്ച് ബോക്സുകളൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഇപ്പോൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സംഗതി ആ ഒരു റൂമായിരുന്നെങ്കിലും ഇപ്പോൾ ആ റൂം ഫുള്ളായിട്ട് ഞാൻ എൻ്റെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾക്കിപ്പോൾ സുഖമാണ്. ഇപ്പോൾ ഓരോ സാധനങ്ങൾക്ക് എടുക്കാൻ സുഖമാണ്. എല്ലാം ഇങ്ങനെ നന്നായിട്ട് വെച്ചേക്കുന്നത് കാരണം. മറ്റേന്ന് വെച്ചാൽ ഓരോ കാർട്ടൺസിലായിരുന്നു. അപ്പോൾ അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോൾ എനിക്ക് കുറച്ചുകൂടി സുഖമായി എല്ലാം എടുക്കാനൊക്കെ ആയിട്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു ഇതെനിക്ക് തന്നതിന്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കെന്ന് പറയുന്നത് ഇതും ഒരു കുഞ്ഞ് സെറ്റിങ്ങാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ആ ഒരു ഫോക്സ് ബോൾസും കാര്യങ്ങളും പിന്നെ ആ ഒരു നമ്പർ 1ഉം കുറച്ച് ബട്ടർഫ്ലൈയും അത്രയൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കേക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ അവിടെ വീട്ടിൽ പോയിട്ട് സെറ്റ് ചെയ്യുവാണ് ഈ കേക്ക്. അപ്പോൾ ആ ബട്ടർഫ്ലൈസും കാര്യങ്ങളൊക്കെ എല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ കേക്കുമായിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ അവിടെ പോയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം വെച്ച് കൊടുക്കുവാണ്. ഇതിപ്പോൾ നമ്മളുടെ പിങ്ക് കളറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിങ്ക് കളറിൽ നമ്മളതെല്ലാം ചെയ്യുവാണ്. ഒരു ചെറിയൊരു ബ്ലറായിട്ട് വന്നേക്കുന്നത് ആ ഒരു ലെൻസ് എൻ്റെ ഹസ്ബൻഡായത്. പുള്ളത് ക്ലീൻ ചെയ്യാൻ വിട്ടുപോയി. ഞാൻ എടുത്തപ്പോഴേക്കും ഞാനത് ക്ലീൻ ചെയ്തു. അതാണ് അങ്ങനെ ഒരു ബ്ലറായിട്ട് വെച്ചാൽ കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെയും ആ ഒരു സെറ്റിങ്ങിൻ്റെയൊക്കെ ഒരു ഫുള്ളായിട്ടുള്ള ലുക്ക് വരുന്നത് ഇതാണ്. സിമ്പിളായിട്ടുള്ളൊരു കേക്കായിരുന്നു, പക്ഷേ ക്യൂട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ ലാസ്റ്റ് കേക്കാണ്. സംഗതി എന്താ പറയുക, ഞാൻ കുറേ നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു സംഗതിയായിരുന്നു. റൗണ്ട് കേക്കിലാണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഹാർട്ട് ഷേപ്പിലാണ് ചെയ്യാനുള്ള യോഗം ഉണ്ടായത് കേട്ടോ. ഇത് നമ്മളുടെ ഒരു സ്ഥിരം കസ്റ്റമറുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവർ നമുക്ക് ഓർഡർ ചെയ്തൊരു കേക്കാണ്. അപ്പോൾ അതിങ്ങനെ ഡാർക്ക് ലൈറ്റ് അങ്ങനെ വന്നിട്ട് ഒരു യെല്ലോ കളർ പുറത്ത് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും 3 ദിവസത്തെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ലോങ് വീഡിയോ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഇത് 2ആയിട്ട് ഇടേണ്ട വീഡിയോ ആയിരുന്നു, ഒറ്റയ്ക്ക് ഇട്ടത് എങ്ങനെയാണ് എന്താണെന്നൊക്കെ നിങ്ങൾ പറയണം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഞാനിടുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഇടത്തുള്ളൂ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പറയാൻ മറക്കരുത്. പിന്നെ നമ്മളുടെ ഫുൾ കേക്കിൻ്റെയും ഓരോന്നൊക്കെ കണ്ടിട്ട് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയണേ. പിന്നെ നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരാൻ താല്പര്യം ഉണ്ടെന്നാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സാണ്.
നമ്മളുടെ ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.